വാട്ട് ഇഫ് നിങ്ങളുടെ നല്ല ഇന്നസെന്റ് ആയ മകൻ പെട്ടെന്ന് ഒരു ദിവസം ഒരു ക്രൈം ചെയ്യുന്നു, എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഉറക്കം കഴിഞ്ഞ് നിങ്ങൾ ക്രൈം നടന്നതിന്റെ ഒരു ദിവസം പുറകിലോട്ട് പോയിരിക്കുന്നു, പിന്നീട് അങ്ങോട്ട് കുറച്ച് അധികം ദിവസങ്ങൾ പുറകിലോട്ട് സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഒരു ടൈം ട്രാവൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട് ജിലിയൻ മെക്കലിസ്റ്ററിന്റെ റോങ് പ്ലേസ് റോങ് ടൈം എന്നൊരു മിസ്റ്ററി ത്രില്ലർ ബുക്കിനെ കുറിച്ച് നോക്കിയാലോ? ഇന്നത്തെ വീഡിയോ റോങ് പ്ലേസ് റോങ് ടൈം എന്ന ബുക്കിന്റെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ വീഡിയോ ആണ്. ഈ വീഡിയോയില് ഈ ബുക്കിലെ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ്, ഈ ബുക്കിൽ എനിക്ക് തോന്നിയ പ്ലസസ് എന്തൊക്കെയാണ്, ഈ ബുക്കിൽ എനിക്ക് തോന്നിയ മൈനസസ് എന്തൊക്കെയാണ്, ഈ ബുക്കിൽ എന്തെങ്കിലും കോഷണറി വാർണിംഗ്സ് ഉണ്ടോ, ഈ ബുക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബുക്ക് ആണോ, ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് എന്താണ്, ഇതെല്ലാമാണ് കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. റോങ് പ്ലേസ് റോങ് ടൈം എന്ന ബുക്കിലെ സ്റ്റോറിയുടെ ഔട്ട്ലൈൻ വിത്തൗട്ട് സ്പോയിലേഴ്സ് എന്താണ്? ജെൻ ആണ് ഈ ബുക്കിലെ ഒരു മെയിൻ ക്യാരക്ടർ. ജെൻ തന്റെ 18 വയസ്സാകാറായ മകൻ ടോഡ് ഒരു ദിവസം വീട്ടിൽ വരാനായിട്ട് ലേറ്റ് ആയത് കാരണം മകനെ നോക്കി വിൻഡോ സൈഡിൽ അങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ മകൻ ടോഡ് റോഡിൽ കൂടി നടന്നു വരുന്നത് കാണും. പക്ഷെ പെട്ടെന്ന് ടോഡ് തന്റെ കയ്യിലുള്ള ബാഗിൽ നിന്നും ഒരു കത്തി എടുത്ത് ഒരാളെ മർഡർ ചെയ്യും. ഇത് കണ്ട് ഞെട്ടിയ ജെൻ തന്റെ ഹസ്ബൻഡ് കെല്ലിയെയും കൂട്ടി ഓടിപ്പോകും അവന്റെ അടുത്തേക്ക്. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ എത്തിയിട്ടുണ്ടാവും. ടോഡിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. ടോഡ് നല്ല ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. സയൻസിലൊക്കെ നല്ല ക്യൂരിയോസിറ്റി ഉള്ള ഒരു സ്റ്റുഡന്റ്. പഠിത്തത്തിൽ മാത്രം എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് തന്റെ മകൻ ഇങ്ങനെ ഒരു മർഡർ ചെയ്തത് എന്നറിയാതെ ജെന്ന് ആ നൈറ്റ് കിടന്നുറങ്ങും. എന്നിട്ട് എണ്ണിക്കുമ്പോഴേക്കും മർഡർ നടന്നതിന്റെ ഒരു ദിവസം പുറകിലോട്ട് പോയിട്ടുണ്ടാവും. ഈ ടൈം ട്രാവൽ പരിപാടിയില്ലേ, അത് തന്നെ. ഇത് ഒരു ദിവസം കൊണ്ടൊന്നും നിൽക്കില്ല. ഓരോ ദിവസം കഴിയുമ്പോഴും ദിവസങ്ങൾ മാസങ്ങളൊക്കെ പുറകിലോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ തന്റെ മകൻ എന്തിനാണ് ഈ മർഡർ ചെയ്തത് എന്ന ക്ലൂസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ജെന്ന ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് നോക്കും. ഓരോ ദിവസവും കഴിയുമ്പോഴും കുറച്ചധികം ദിവസങ്ങള് മാസങ്ങളൊക്കെ പുറകിലോട്ട് പോകും. തന്റെ മകൻ എന്തിനാണ് ആ മർഡർ ചെയ്തത് എന്ന ക്ലൂസ് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ജെൻ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നോക്കുന്നത്. അങ്ങനെ ജെന്നിന് ടൈം ട്രാവൽ ചെയ്ത് തന്റെ മകൻ എന്തിന് ഒരാളെ മർഡർ ചെയ്തു എന്ന കാര്യം കണ്ടുപിടിക്കാനായിട്ട് പറ്റുമോ? ഇൻ കേസ് പാസ്റ്റിൽ പോയിട്ട് ക്ലൂസ് ഒക്കെ ഫൈൻഡ് ചെയ്ത് മർഡർ ചെയ്യാനുള്ള കാരണം കണ്ടുപിടിക്കാനായിട്ട് പറ്റിയാല് ഫ്യൂച്ചറിൽ ആ ഒരു മർഡർ നടക്കുന്നതിനെ ജെന്നിന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ടോഡ് മർഡർ ചെയ്ത ആള് ആരായിരുന്നു? അവര് തമ്മിൽ എന്ത് കണക്ഷൻ ആണ് ഉള്ളത്? ജെൻ മാത്രമാണോ ഈ ബുക്കിൽ ടൈം ട്രാവൽ ചെയ്യുന്നത്? ഇതൊക്കെയാണ് റോങ് പ്ലേസ് റോങ് ടൈം എന്ന ബുക്കിലെ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ. നെക്സ്റ്റ്, ഈ ബുക്കിൽ എനിക്ക് തോന്നിയ പ്ലസസ് എന്തൊക്കെയാണ്? ഈ ബുക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഓരോ ചാപ്റ്ററിലും ടൈം ട്രാവൽ ചെയ്യുമ്പോൾ മർഡർ ചെയ്യാൻ കാരണമായ ക്ലൂസ്, അതും ചിലതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അത്ര നോട്ടീസ് ചെയ്യാതെ വിടുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ട്വിസ്റ്റ് ഉണ്ട്, നല്ല ഫാസ്റ്റ് പേസ്ഡ് ആണ്. കുറെ പേജസ് ഉണ്ടെങ്കിലും വേഗം തന്നെ വായിച്ചു തീർക്കാനായിട്ട് പറ്റും. അപ്പാർട്ട് ഫ്രം ദിസ് മിസ്റ്ററി ആൻഡ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ്, ഈ ബുക്കിൽ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമാണ്, ആക്ച്വലി ഇതൊരു മെസ്സേജ് പോലെ നമുക്ക് കരുതാം. നമ്മുടെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ വലിയൊരു കാര്യത്തിലോട്ട് നയിച്ചേക്കാം. ഓർ ലൈഫ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിപ്പിച്ച് ഒന്ന് പുറകിലോട്ട് പോയി നോക്കിയാലും അത്ര മനസ്സിരുത്തി എൻജോയ് ചെയ്യാതെ വിട്ട പല മൊമെന്റ്സും ഇപ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും. സോ അധികം ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യാതെ ഇപ്പോഴുള്ള ഈ ഒരു പ്രസന്റ് മൊമെന്റ് കൂടി എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. എസ്പെഷ്യലി കുട്ടികളുമായിട്ടുള്ള മൊമെന്റ്സ്. അത് പോയാല് പിന്നെ നമുക്ക് അത് എന്തായാലും തിരിച്ചു കിട്ടില്ല. ഈ ഫിക്ഷൻ ബുക്കിലെ പോലെ ടൈം ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബട്ട് ഈ ബുക്ക് വായിച്ചപ്പോൾ ഈ ഒരു മെസ്സേജ് കൂടി ജെൻ എന്ന ആ മോമി ക്യാരക്ടറിന്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റി. ആസ് എ മോം എനിക്കിത് നല്ലപോലെ റിലേറ്റ് ചെയ്യാനായിട്ടും പറ്റി. അതും നല്ലതായിരുന്നു. നെക്സ്റ്റ്, ഈ ബുക്കിൽ എനിക്ക് തോന്നിയ മൈനസ് എന്തൊക്കെയാണ്? ഓരോ ചാപ്റ്റർ തുടങ്ങുമ്പോഴും ഇത്ര ഡേയ്സ് ബിഫോർ എന്ന് കാണുമ്പോൾ ഫസ്റ്റ് ഒക്കെ വാട്ട് വാവ് എന്നൊക്കെ തോന്നിയാലും കുറെ കഴിഞ്ഞ് ബുക്കിന്റെ ഒരു മിഡിൽ പോർഷൻ ഒക്കെ എത്തുമ്പോൾ ചെറിയൊരു ഡ്രാഗ് വന്ന പോലെ എനിക്ക് തോന്നി. ടൈം ട്രാവൽ കുറച്ച് അധികം റെപ്പറ്റേറ്റീവ് ആകുവാണല്ലോ, എന്തായിരിക്കും മർഡറിന് കാരണം എന്ന് ഒന്ന് വേഗം തന്നെ കണ്ടുപിടിച്ചാൽ കൊള്ളായിരുന്നു എന്നൊക്കെ ചില ചാപ്റ്റേഴ്സ് വായിച്ചപ്പോഴേക്കും തോന്നി. പിന്നെ മറ്റൊരു മൈനസ് എന്താണെന്നാൽ ഈ ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് റയൻ എന്നൊരു പോലീസ് ഓഫീസറിന്റെ പേര് വെച്ചിട്ട് ഒരു ചാപ്റ്റർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന റയൻ എന്ന ചാപ്റ്റർ ആക്ച്വലി ഒരു അനോണിമിസിറ്റി ഒക്കെ തന്നിട്ട് നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ബട്ട് റയൻ ആരാണ് എന്ന് കുറച്ച് മുന്നേ തന്നെ ഓതർ റിവീൽ ചെയ്യിപ്പിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ആരാണ് റയൻ എന്ന ക്യൂരിയോസിറ്റി സ്റ്റോറിയെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്തിരിക്കുമായിരുന്നു. ബട്ട് ആ ഒരു സസ്പെൻസ് വേഗം തന്നെ ഓതർ പൊളിച്ചു. അത് കാരണം പിന്നീടുള്ള സ്റ്റോറി വായിച്ചപ്പോൾ ക്യൂരിയോസിറ്റി കുറച്ച് കുറഞ്ഞു. ഇതൊക്കെയാണ് ഈ ബുക്കിൽ എനിക്ക് തോന്നിയ മൈനസ്. ഇതൊക്കെ ഈ ബുക്ക് വായിക്കുമ്പോൾ ആസ് എ റീഡർ എനിക്കുണ്ടായ കുറച്ച് തോട്ട്സ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. നെക്സ്റ്റ്, ഈ ബുക്കിൽ എന്തെങ്കിലും കോഷണറി വാർണിംഗ്സ് ഉണ്ടോ? ഈ ബുക്കിൽ എടുത്തു പറയത്തക്ക രീതിയിൽ വാർണിംഗ്സ് ഒന്നും തന്നെ ഇല്ല. ടീനേജേഴ്സിനും ഈ ബുക്ക് വായിക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഈ ബുക്ക് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബുക്ക് ആണോ? ഈ ബുക്ക് ആക്ച്വലി ഒരു ഫ്ലോയിൽ അങ്ങ് വായിക്കാനായിട്ട് പറ്റിയിരുന്നു. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. സോ ബിഗിനേഴ്സിനും ഈ ബുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് കുറെ പേജസ് ഉണ്ടാവും എന്ന കാര്യം മനസ്സിൽ വയ്ക്കുക. ഷോർട്ട് ബുക്ക് അല്ല, ബട്ട് ഒന്ന്
മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഒരു ഫ്ലോയിൽ അങ്ങ് വായിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഈ ബുക്കിന് ഞാൻ കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് എന്താണ്? മൈനസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് ഈ ബുക്ക് വായിച്ചപ്പോൾ കിട്ടിയത്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. സോ ഈ ബുക്കിനുള്ള എന്റെ സ്റ്റാർ റേറ്റിംഗ് ആണ് 4.5. നിങ്ങൾ ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ റേറ്റിംഗ്? ക്ലൈമാക്സ് ഒക്കെ ഗസ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നോ എന്നൊക്കെ ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.